ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദുബായ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു രാജ്യമായിട്ടാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന കാര്യം. UAE 7 എമിറേറ്റ്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസ് കൂടുതലായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ദുബായ്. പക്ഷേ എന്നാലും അവിടെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറേ പ്ലേസസ് നമുക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. അതായത് ഫാമിലീസിനാണെങ്കിൽ ഇൻഡിവിജ്വൽസിനാണെങ്കിലും താമസിക്കാൻ പറ്റുന്ന ഒത്തിരി പ്ലേസസ് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഫാമിലി വിസയിലോ വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ടാണെങ്കിലും വരുന്നവർക്ക് ഈസി ആയിട്ട് അഫോർഡബിൾ ആയിട്ടും താമസിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേസസ് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ദുബായിലെ വൺ ഓഫ് ദ മോസ്റ്റ് ചീപ്പസ്റ്റ് ഫസ്റ്റ് പ്ലേസ് ആണ് ഇന്റർനാഷണൽ സിറ്റി. ഇവിടെ ഏകദേശം 28,000 തൊട്ട് 40,000 ദറംസ് വരെയാണ് ഇയർലി റെന്റ് ആയിട്ട് വരുന്നത്. ഇത് 1 BHK കാര്യമാണ്. 2 BHK ഒക്കെ വരുമ്പോൾ നമുക്ക് റെന്റിൽ വ്യത്യാസമുണ്ടാവും. പിന്നെ ഫർണിഷ്ഡ്, അൺഫർണിഷ്ഡ്, പാർക്കിംഗ് ഫെസിലിറ്റി ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് റെന്റിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പിന്നെ നമുക്ക് മെയിനായിട്ടും ഈ ഒരു ഏരിയ റെസിഡൻഷ്യൽ ആയിട്ടാണ് കൂടുതൽ നല്ലത്. അതായത് ഫാമിലീസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഫാമിലി വിസ എടുത്ത് വരുന്നവരുണ്ടാവും, വിസിറ്റ് വിസയിൽ ഫാമിലീസിനെ കൊണ്ടുവന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവർക്കാണ് കൂടുതലും അഫോർഡബിൾ ആയിട്ട് ഉള്ളത്. ബിക്കോസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ വലിയൊരു പ്രോബ്ലം ആണെന്ന് പറയാം. കാരണം നമുക്ക് മെട്രോയുടെ സൈഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ വരുന്നത്. സോ ഈ ഏരിയയിൽ നമുക്ക് കൂടുതലും കാറുള്ളവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആക്സസിബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ബസ് സ്റ്റേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ബസ്സിൻ്റെ ടൈം അനുസരിച്ചൊക്കെ നമ്മൾ പോകുവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. എന്നിരുന്നാലും നമുക്ക് ആക്സസിബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഡ്രാഗൺ മാർട്ട് ഒക്കെ ഉണ്ട്, നമുക്ക് അടുത്ത് തന്നെയാണുള്ളത്. പിന്നെ ബാക്കി നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. എന്നാലും നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ ചെറിയൊരിത് വരും. പക്ഷെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഫാമിലീസിനായിരിക്കും. അതായിരിക്കും ബാച്ചിലേഴ്സിന് ഞാൻ അങ്ങനെ വലുതായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല ഈ ഒരു ഏരിയ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് അൽഖുസൈസ് ആണ്. ഈ അൽഖുസൈസ് എന്ന് പറയുന്നത് ഷാർജ ദുബായ് ബോർഡറിൽ വരുന്ന ഒരു ഏരിയയാണ്. ഇവിടെ 3 സ്ഥലമായിട്ടാണുള്ളത് നമുക്ക് മെയിനായിട്ടും. അതായത് അൽഖുസൈസ് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയ 1 ഉണ്ട്. ഇതിൽ റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് ഫാമിലീസിന് അഫോർഡബിൾ ആയിട്ടും താമസിക്കാൻ സേഫ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ കൂടുതലും നമുക്ക് ബാച്ചിലേഴ്സിനും പാർട്ടീഷനിലുള്ള ആൾക്കാർക്കും ഒക്കെയാണ് കൂടുതലും അവിടെ റെസിഡൻഷ്യലൊന്നും താമസിക്കാറില്ല ആൾക്കാർ. കൂടുതലും സേഫ് ആയിട്ടുള്ള ഏരിയ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. അത് അൽഖുസൈസിൽ വരുന്നത് ഷാർജ ദുബായ് ബോർഡറിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നമുക്ക് ഏകദേശം ആനുവലി റെന്റ് വരുന്നത് ഒരു 30,000 to 45,000 ദറംസ് ആണ് നമുക്ക് ആനുവലി വരുന്നത്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫെസിലിറ്റി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ബിൽഡിങ്ങിൻ്റെ ഒരു പഴക്കം അനുസരിച്ച് ന്യൂ ബിൽഡിങ്ങിനും ഓൾഡ് ബിൽഡിങ്ങിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ ഏരിയയിൽ കൂടുതൽ ഓൾഡ് ബിൽഡിംഗ് ആണ് അവിടെ വരുന്നത്. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഗ്രീൻ ലൈൻ ആണ്. നമുക്ക് മെട്രോ അവൈലബിൾ ആണ്, ബസ് സ്റ്റേഷൻ ഉണ്ട്. സോ നമുക്ക് എല്ലാം ആക്സസിബിൾ ആണ്. പിന്നെ സ്കൂളുകൾ അടുത്തുണ്ട്, സൂപ്പർ മാർക്കറ്റുകൾ, ക്ലിനിക്കുകൾ ഒക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒരു ചെറിയ രീതിയിലൊരു ജസ്റ്റ് ഒരു ലോക്കൽ വൈബിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഏരിയയാണ് ഈ അൽഖുസൈസ് എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നത് നമ്മുടെ ഡിസ്കവറി ഗാർഡൻ ആണ്. ഈ ഡിസ്കവറി ഗാർഡൻ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. എന്നാൽ റെന്റ് ഏകദേശം വരുന്നത് നമുക്കൊരു 38,000 to 50,000 ഒക്കെ നമുക്ക് റെന്റ് അവിടെ വരുന്നുണ്ട്. ബത്തൂത്ത മാളൊക്കെ നമുക്ക് തൊട്ടടുത്തുണ്ട്. മെട്രോ ആക്സസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെട്രോ ആക്സസും നമുക്ക് ബസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം വളരെ കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ആണ് അത്. ബട്ട് ഈ ലിവിങ്ങിൻ്റെ ചെറിയൊരു എക്സ്പെൻസ് നമുക്കൊരിതുണ്ടാകും. എന്നാലും കുഴപ്പമില്ലാത്ത നമുക്കൊരു ഏരിയയാണ്. മീൻസ് റെന്റിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അടുത്തതായി വരുന്ന നമ്മുടെ ഏരിയ അൽനാദ ദുബായ് സൈഡാണ്. ഈ അൽനാദ എന്ന് പറയുമ്പം 2 ഏരിയ വരുന്നുണ്ട്. നമുക്ക് ഷാർജ സൈഡ് ഒരു അൽനാദയുണ്ട്, ദുബായ് സൈഡും ഉണ്ട്. അതിൽ ദുബായ് സൈഡിലാണ് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ആക്സസിബിൾ ആയിട്ട് വരുന്നത്. ഷാർജ സൈഡ് ആകുമ്പോൾ അത് ഷാർജ ബോർഡർ, ഷാർജയ്ക്കുള്ളിലോട്ട് പോകും. ഇത് നമ്മൾ ദുബായിലാണ് വരുന്നത്.
ദുബായ് സൈഡ് വരുമ്പം ഷാർജയുടെ ബോർഡർ തന്നെയാണ് വരുന്നത് ഈ അൽനാദ വരുന്നത്. നമുക്ക് മെട്രോ ആക്സസ് ഉണ്ട്. നമുക്ക് ഷാർജ അൽനാദ പോകുമ്പോൾ മെട്രോ ആക്സസ് ഇല്ല. അതാണ് ഒരു ഡിഫറൻറ്റ് വരുന്നത്. ഇവിടെ മെട്രോ ആക്സസ് ഉണ്ട്, ബസ് ആക്സസ് ഉണ്ട്. നമുക്ക് സ്കൂള്, ക്ലിനിക്കുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം അടുത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. റെന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു 30,000 തൊട്ട് 45,000 വരെ ദറംസ് ആണ് ആനുവലി നമുക്ക് വരുന്നത്. ബട്ട് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് ഓൾഡർ ആയിട്ടുള്ള ബിൽഡിങ്ങുകളായിരിക്കും. പുതിയ ന്യൂ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കില്ല. പക്ഷെ ഫ്ലാറ്റുകൾ മോർ സ്പേസ് ആയിട്ടും സ്പീഷ്യസ് ആയിട്ടും ഉള്ള ഫ്ലാറ്റുകളായിരിക്കും. ഗ്രാജുവലി 2025 നമുക്ക് ദുബായിലെ റെന്റ് നന്നായിട്ട് എല്ലാ ഏരിയയിലും കൂടി വരുന്നുണ്ട്. നേരത്തെ ഇത്രയൊന്നും റെന്റ് ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ റെന്റിന്റെ കേസിൽ വെച്ചിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. ഫാമിലീസിനും ബാച്ചിലേഴ്സിനും ഒക്കെ അഫോർഡബിൾ ആയുള്ള ഏരിയയാണിത്. നെക്സ്റ്റ് വരുന്നത് ദുബായ് സൗത്ത് ആണ്. ഈ ദുബായ് സൗത്ത് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തതാണ്. ഇപ്പം ന്യൂലി ഡെവലപ്പായി വന്ന ഒരു പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റെന്റ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഒരു 28,000 to 40,000 ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 2025 നന്നായിട്ട് റെന്റ് കയറി വരുന്നുണ്ട്. ആൾക്കാർ കൂടുതലും ഇപ്പം ആ ഒരു ഏരിയ അറിഞ്ഞു കേട്ട് അങ്ങോട്ട് താമസത്തിനായി പോയി തുടങ്ങുന്നുണ്ട്. കാരണം അതൊരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു നമുക്ക് ലോങ് ടേം ലിവിങ്ങിന് പറ്റിയ ഒരു സ്പേസ് ആണ് അതെന്ന് പറയുന്നത്. സോ നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ആനുവലി നമുക്കൊരു ഇത് വരുന്നത് റെൻ്റൊക്കെ വരുന്നത് 28,000 to 40,000 ഒക്കെയാണ് ദറംസ് ആണ് നമുക്ക് ആനുവലി വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും നമുക്കിപ്പം അങ്ങോട്ട് വലുതായിട്ട് മെട്രോ വന്നിട്ടില്ല. എന്നാലും മെട്രോയ്ക്ക് അടുത്തായിട്ടൊക്കെ ഏകദേശം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്നതാണ്. എക്സ്പോ സിറ്റിക്കൊക്കെ നിയർ ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ 2025 അപ്ഡേറ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.